അതിൻ്റെ പുറമെ ഇപ്പോൾ അൻവറൂടെ ആഡായപ്പോൾ ഒരു എന്താ ഒരു ത്രികോണ മത്സരത്തിലേക്ക് അത് പോയി. വോട്ട് സ്പ്ലിറ്റ് ആകാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ആര് ജയിക്കുമെന്നുള്ളതൊരു ഇതിലാണ്. എങ്കിൽ പോലും നമ്മുടെ ഒരു പ്രതീക്ഷയിൽ എം സ്വരാജിനെയാണ് നമുക്കൊരു പ്രതീക്ഷ ഉള്ളത്. കാരണം എം സ്വരാജ് ഒരു കരുത്തുറ്റ നേതാവായതുകൊണ്ട് തന്നെ. അതായത് UDF ഇപ്പോൾ ലീഗിൻ്റെ സപ്പോർട്ട് വ്യക്തമായി വരികയാണെങ്കിൽ UDF ജയിക്കും. നിലമ്പൂരിൽ ഈ ബലിപെരുന്നാൾ ദിവസത്തിലും തെരഞ്ഞെടുപ്പ് ആവേശത്തിന് ഒട്ടും കുറവില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് നാടുകാണി ചുരത്തിലെ ആനമറി 1-ാം വളവിലാണ്. ഇവിടെ നിന്ന് അതിർത്തി കടക്കാൻ, അതായത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്താൻ വെറും 16 കിലോമീറ്ററോളം മാത്രമാണ് ദൂരമുള്ളത്. ഗൂഡല്ലൂരിലേക്ക് 27 കിലോമീറ്റർ ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെയും ചില ആളുകൾ ഈ സമയത്ത് തന്നെ, രാവിലെ സമയത്ത് തന്നെ നാടുകാണി ചുരത്തിലെത്തി ഫോട്ടോയെടുപ്പും മറ്റു ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ രാവിലെ ഇപ്പോൾ സമയം 10 മണി ആകുന്നേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ യുവാക്കളൊക്കെ ഇവിടെ എത്തി. അതിനിടയിൽ രാഷ്ട്രീയ വർത്തമാനം വേറെയും നമുക്ക് കേൾക്കാൻ പറ്റി. അതുകൊണ്ടാണ് നമ്മളിവിടെ വണ്ടി നിർത്തി അവരോട് സംസാരിക്കാമെന്ന് വെച്ചത്. എല്ലാവരും പെരുന്നാൾ ആഘോഷം തുടങ്ങിയോ? അപ്പോൾ ആദ്യം ഈദ് മുബാറക്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കിടെ അല്ലെങ്കിൽ അതിൻ്റെ ആവേശത്തിനിടയുള്ളൊരു പെരുന്നാൾ കൂടിയാണല്ലേ? രണ്ടും കൂടെ ചേർന്ന് വന്നപ്പോൾ എങ്ങനെയുണ്ട്? രണ്ടും കൂടെ ചേർന്ന് വന്നപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യ ഘട്ടത്തിൽ വിചാരിച്ചിരുന്നത് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നായിരുന്നു ഫസ്റ്റ് ഒരു ഇത് വന്നപ്പം. ഇപ്പോൾ എം സ്വരാജ് കൂടെ അതിലേക്ക് വന്നപ്പോൾ ഒരു ടൈറ്റ് മത്സരമായി വന്നിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഇപ്പോൾ അൻവറൂടെ ആഡായപ്പോൾ ഒരു ഒരു ത്രികോണ മത്സരത്തിലേക്ക് അത് പോയി. വോട്ട് സ്പ്ലിറ്റ് ആകാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ആര് ജയിക്കുമെന്നുള്ളതൊരു ഇതിലാണ്. എങ്കിൽ പോലും നമ്മുടെ ഒരു പ്രതീക്ഷയിൽ എം സ്വരാജിനെയാണ് നമുക്കൊരു പ്രതീക്ഷ ഉള്ളത്. കാരണം എം സ്വരാജ് ഒരു കരുത്തുറ്റ നേതാവായതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു രാഷ്ട്രീയം എന്നുള്ളതിന് മുൻഗണിച്ച് പറയല്ല. നമുക്കൊരു പ്രത്യേക ഒരു രാഷ്ട്രീയമല്ല. നമ്മൾ ആരാണോ നമുക്ക് ഗുണം ചെയ്യണേ, ജനങ്ങൾക്ക് ഗുണം ചെയ്യണേ, അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊരു 35 വർഷത്തോളം നമ്മുടെ ഇത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമായിരുന്നു. പിന്നെ അൻവർ വന്നപ്പോഴാണ് ഒരു 2 തെരഞ്ഞെടുപ്പിലും അൻവർ ഇവിടെ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായി നിന്ന് അദ്ദേഹം 2 പ്രാവശ്യം CPM-ൻ്റെ സീറ്റായി മാറി. അപ്പോൾ സ്വരാജിനാണ് സാധ്യത കാണുന്നത്. അത് കാൻഡിഡേറ്റ് പ്രധാനമായല്ലേ? എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയാണ് പ്രധാനമായത്. അല്ലാതെ ഒരു പാർട്ടി എന്നുള്ള നിലയിലല്ല ഇവിടെ വോട്ട് പോകാൻ പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് സ്വരാജിനാണ് സാധ്യത പറയുന്നത്? നമുക്ക് എങ്ങനെ പറയാൻ പറ്റില്ല. വോട്ട് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം. ലൈക്ക് 3 പേരുണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും റിസൾട്ട്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എവിടേക്കും ചേഞ്ചസ് വരാം. സോ അറിയില്ല. എല്ലാവരും വഴിക്കടവ് പഞ്ചായത്തുകാരാണല്ലേ? അതായത് സംസ്ഥാനത്തിന്റെ അതിർത്തി പങ്കിടുന്ന പഞ്ചായത്ത് കൂടിയാണ് വഴിക്കടവ് അല്ലേ? എന്താണ് ഇവിടെ സാധ്യത, എങ്ങനെയാ തോന്നുന്നത്? സാധ്യത എന്ന് പറഞ്ഞാൽ 50-50 എല്ലാവർക്കും. ശരിക്കും ഒരു ത്രികോണ മത്സരം തന്നെയാണോ, അതോ LDF-ഉം UDF-ഉം തമ്മിലാണോ മത്സരം? ഇവിടെ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം നടക്കുന്നത്. പക്ഷേ എങ്കിൽ അൻവർ എന്ന ആൾ ഈ 2 പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ അവർക്ക് മൂപ്പര ഭാഗത്തേക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ CPM-ൽ ചെറിയൊരു പ്രശ്നമുള്ളത്. ഇടതുപക്ഷത്തിന് ചെറിയൊരു പ്രശ്നം കിടക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്. അൻവർ എന്നുള്ള കാര്യം ഉണ്ടായതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ സ്വരാജ് വന്നിട്ടുണ്ടെങ്കിൽ സ്വരാജ് ജയിക്കാൻ സാധ്യത കൂടുതലാണ്. അൻവർ മെല്ലെ കളം പിടിച്ച് തുടങ്ങുന്നുണ്ടോ? അത് വന്നന്ന് മുതലേ മൂപ്പരതായിട്ടുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ മൂപ്പരായ്ക്ക് പേര് വരാനുള്ള കണ്ടീഷനിൽ കുറേ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് ആൾക്കാരും കുറച്ചൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഒരു പാർട്ടീൻ്റെ അപ്പുറത്ത് മൂപ്പരതായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, ഇല്ലയെന്ന് പറയാൻ കഴിയില്ല. ഈ അവസാന ദിവസങ്ങളിലേക്ക് പ്രചാരണം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എങ്ങനെ വേക്കോട്ട് പോലെ വാ ഈ അവസാന സമയത്തേക്ക് എത്തുമ്പോൾ എന്താണ് ഈ നിലമ്പൂരിലെ പ്രചാരണ വിഷയം നിങ്ങൾ കാണുന്നത്? അതായത് UDF ഇപ്പോൾ ലീഗിൻ്റെ സപ്പോർട്ട് വ്യക്തമായി വരികയാണെങ്കിൽ UDF ജയിക്കും. സപ്പോർട്ടിലൊരു സംശയം ഉണ്ടോ? ഇല്ല, ഇതുവരെ ഒരു സംശയങ്ങളിലായിരുന്നു എല്ലാ ഇലക്ഷനും ഉണ്ടായിരുന്നത്. ഇത് ഇപ്രാവശ്യം കുഴപ്പമില്ല. ഉഷാറായിട്ട് ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരും നല്ല രീതിയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ UDF വരും എന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ ഈ പെരുന്നാൾ ദിവസമാണെങ്കിലും തെരഞ്ഞെടുപ്പ് ആവേശത്തിനൊട്ടും കുറവില്ല. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. ക്യാമറ പേഴ്സൺ ബിബിൻ ജെയിംസിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1 നിലമ്പൂർ.